ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ പൊറുതിമുട്ടി ജനം. വിഷപ്പുകയിൽ വലയുന്ന രാജ്യതലസ്ഥാനത്ത് സുപ്രീം കോടതി പുതിയ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നാഷണൽ ക്യാപിറ്റൽ റീജിയനിലെ മുഴുവൻ സ്കൂളുകളും അടച്ചിടാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി. കൂടാതെ GRIP 4 നിയന്ത്രണങ്ങൾ തുടരുമെന്നും കോടതി വ്യക്തമാക്കി. വായു ഗുണനിലവാരത്തിന്റെ ഏറ്റവും മോശം ദിവസങ്ങളാണ് ഡൽഹിയിൽ നിലവിലുള്ളത്. താപനിലയിലെ പെട്ടെന്നുള്ള താഴ്ചയും കാറ്റിന്റെ ഗതിമാറ്റവും ദിശാമാറ്റവും കൂടുതലായും വാഹനങ്ങളിൽ നിന്നുള്ള മലിനീകരണവും മറ്റും ഡൽഹിയിലെ സ്ഥിതി വളരെ മോശമാക്കി. ദീപാവലിക്ക് പിന്നാലെയാണ് അന്തരീക്ഷ മലിനീകരണ തോത് വീണ്ടും വലിയ തോതിൽ ഉയർന്നത്. ദീപാവലിക്ക് തൊട്ടുമുമ്പ് നഗരത്തിൽ പെയ്ത മഴയെ തുടർന്ന് വായു ഗുണനിലവാരം മെച്ചപ്പെട്ടിരുന്നു. എന്നാൽ നിയന്ത്രണങ്ങൾ ലംഘിച്ച് വലിയ തോതിൽ പടക്കം പൊട്ടിച്ചതോടെ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് സാഹചര്യം വീണ്ടും മാറുകയായിരുന്നു. സുപ്രീം കോടതി ഉത്തരവിനെ പോലും വകവയ്ക്കാതെയാണ് ജനങ്ങൾ ആഘോഷത്തിലേർപ്പെട്ടത്. ദീപാവലിക്ക് ശേഷം രാജ്യതലസ്ഥാനത്ത് വായു മലിനീകരണ തോത് വലിയ തോതിൽ ഉയരുമെന്ന് ഡൽഹി സർക്കാർ നേരത്തെ വിലയിരുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദീപാവലിയുടെ പിറ്റേ ദിവസം മുതൽ വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതിന് ഒറ്റക്ക നമ്പർ നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ അന്തരീക്ഷ മലിനീകരണ തോത് മെച്ചപ്പെട്ടതോടെ തീരുമാനം നീട്ടുകയായിരുന്നു. ഡൽഹി, നോയിഡ എന്നിവിടങ്ങളിൽ പുകമഞ്ഞ് രൂക്ഷമാണ്. തൊണ്ടയിരിച്ചിലും കണ്ണിരിച്ചിലും പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും പലർക്കും അനുഭവപ്പെടുന്നുണ്ട്. പ്രായമായവർ, കുട്ടികൾ, ഗർഭിണികൾ, ശ്വാസകോശ പ്രശ്നങ്ങൾ അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് കൂടുതൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. നഗരത്തിലേക്ക് ഡീസൽ ട്രക്കുകൾക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. വായു ഗുണനിലവാര സൂചിക 400-ന് മുകളിലേക്ക് പോകുന്നത് ഗുരുതരമായ സാഹചര്യമാണ്. യാത്രക്കായി പൊതുഗതാഗത സൗകര്യത്തെ കൂടുതലായി ഉപയോഗപ്പെടുത്താൻ നിർദ്ദേശമുണ്ട്. വിമാന സർവീസുകളെയും പ്രശ്നം ബാധിച്ചിട്ടുണ്ട്. 400ഓളം വിമാനങ്ങളാണ് വൈകിയത്. 15ഓളം വിമാനങ്ങളാണ് വഴിതിരിച്ചു വിടുന്നത്. അന്തർ സംസ്ഥാന ബസ്സുകളുടെ പ്രവേശനം വിലക്കി. ഖനനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിരോധിച്ചു. പ്രദേശവാസികൾ കഴിയുന്നത്ര വീടുകൾക്കുള്ളിൽ കഴിയാനാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. പ്രാദേശിക കാരണങ്ങളാലാണ് വായു മലിനീകരണമെന്നാണ് കരുതുന്നതെങ്കിലും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതിന്റെ തോത് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. വായു മലിനീകരണം അതീവ ഗുരുതര വിഭാഗത്തിലേക്ക് എത്തിയതോടെ ഡൽഹി നിവാസികൾ എപ്പോൾ വേണമെങ്കിലും രോഗങ്ങൾ പിടികൂടാമെന്ന അവസ്ഥയിലേക്ക് എത്തി. എല്ലാവരും തികഞ്ഞ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചികിത്സ തേടണമെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചു. അതേസമയം വർദ്ധിച്ചു വരുന്ന വായു മലിനീകരണ വിഷയത്തിൽ ഡൽഹി സർക്കാരിനെ അതിരൂക്ഷമായി സുപ്രീം കോടതി വിമർശിച്ചിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും പൊതു സ്വകാര്യ ഓഫീസുകളിൽ പ്രവർത്തിക്കുന്നവരുടെ എണ്ണം പകുതിയാക്കുന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്ന സ്റ്റേജ് 4-ന് കീഴിലുള്ള നിയന്ത്രണങ്ങൾ നിരീക്ഷിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഒരു ടീമിനെ രൂപീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വിഷയം വെള്ളിയാഴ്ച വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കും.